Hi friends, welcome to Maths Cube. 10th ക്ലാസ്സിലെ സർക്കിൾസ് എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മാത്സ് ക്യൂബിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മ പുതുക്കാം. അപ്പോൾ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിലെ വ്യാസമാണ് പി ക്യു, ഡയമീറ്റർ ആണ് പി ക്യു. അതിൻ്റെ എൻ പോയിന്റ്സിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. 3 ട്രയാങ്കിളുകൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ കോർണർ അല്ലെങ്കിൽ വെർട്ടെക്സ് എ, മറ്റൊന്ന് ബി ആണ്, ഒന്ന് സി ആണ്. ഈ 3 പോയിന്റുകളുടെയും ആംഗിളുകളുടെ പ്രത്യേകതയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ എ വിൽ ബി എബവ് 90, 90 കൂടുതലായിരിക്കും. ആംഗിൾ ബി വിൽ ബി 90 ഡിഗ്രി, 90 ഡിഗ്രി ആയിരിക്കും, മട്ടകോണായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആംഗിൾ സി വിൽ ബി ലെസ് ദാൻ 90, 90 കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. അറിയാത്തവർ അതൊന്നും കൂടെ കാണുകയും പഠിക്കുകയും ചെയ്യുക. ഇനി നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈ ബിന്ദുക്കൾ വൃത്തത്തിൻ്റെ അകത്താണോ പുറത്താണോ എന്നാണ് ചോദ്യം. അപ്പോൾ അവരുടെ ആംഗിളുകൾ നോക്കിയാൽ തന്നെ നമുക്ക് വളരെ എളുപ്പം പറയാൻ പറ്റും. നമ്മൾ ആദ്യം ഇതിന് പേര് കൊടുക്കുക. എല്ലാ കോർണറുകൾക്കും പേര് കൊടുക്കുക. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ഇത് സി, ഡി, ഇ. 3 ബിന്ദുക്കൾക്കും നമ്മൾ പേര് കൊടുക്കുന്നു. അപ്പോൾ ഏത് ബിന്ദുവാണ് വൃത്തത്തിൽ ഉള്ളത്, ഏത് ബിന്ദുവാണ് വൃത്തത്തിന് പുറത്തുള്ളത്, അതൊക്കെ നമുക്ക് പറയാം. ഇനി ഒന്നാമത്തെ സി എവിടെയാണ്? ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്? അത് ഇതിൻ്റെ കോൺ കണ്ടാൽ തന്നെ നമുക്ക് പറയാം 90 കൂടുതലാണ്. 90 കൂടുതലാണെങ്കിൽ സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിൻ്റെ അകത്താണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. കാരണം അതിൻ്റെ റീസൺ കൂടെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതണം. സി ഗ്രേറ്റർ ദാൻ 90, 90 കൂടുതലാണ്. സി 100 എന്ന് പറഞ്ഞാൽ 90 കൂടുതലാണ്. 90 കൂടുതലായതുകൊണ്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വരച്ചിട്ടില്ല, വൃത്തം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിലൂടെയാണ് പോവുക. ഇനി അടുത്തത് ഡിയുടെ സ്ഥാനം. ഡി ഈസ്, ഈ ചതുരം വരച്ചാൽ എന്താണ് അർത്ഥം? 90 ഡിഗ്രിയാണ്. ഡി ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രി ആണെങ്കിൽ ഡിയുടെ സ്ഥാനം എവിടെയാണ്? ഡി ഈസ് ഓൺ ദ സർക്കിൾ, വൃത്തത്തിലാണ്. എഴുതി വെക്കുക. ഇനി അടുത്തത് ഇ ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഇ ഈസ് ഔട്ട്സൈഡ്, പുറത്ത്. കാരണം ലെസ് ദാൻ 90. ഇയുടെ കോൺ എന്ന് പറയുന്നത് 90 കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ചെയ്യുക. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ചതുർഭുജത്തിൻ്റെ ഡയഗണൽ, വികർണം വ്യാസമായിട്ട്, ഡയമീറ്ററായിട്ട് നമ്മൾ വൃത്തം വരച്ചാൽ ഈ മൂലകളൊക്കെ വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമ്മളിതിന് ഡയഗണൽ മാർക്ക് ചെയ്യണം. ഡയഗണൽ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതിന് നമുക്ക് പേരുകൾ കൊടുക്കാം. എ, ബി, സി, ഡി പേരുകൾ കൊടുക്കും. ഇനി നമ്മൾ എ സി ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എ സി എന്ന ഡയഗണൽ മാർക്ക് ചെയ്തു. ഈ ഡയഗണലാണ് നമ്മൾ വ്യാസമായിട്ട് വൃത്തം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വൃത്തം ഇങ്ങനെ ഇതിലേക്ക് കൂടി പോകും. ഇനി നമ്മുടെ ചോദ്യം, ഡി വൃത്തത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? അതേപോലെ ബി വൃത്തത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേഗം പറയാം. എ സി വ്യാസമാകുമ്പോൾ ഇപ്പോൾ 2 കേസുണ്ട്. ഒന്ന് എ സി വ്യാസമായിട്ട് വരക്കാം, ബി ഡി വ്യാസമായിട്ട് വരക്കാം. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, എ സി വ്യാസമായാൽ ഇഫ് എ സി ഈസ് ഡയമീറ്റർ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഡയമീറ്റർ എന്ന് കാണിക്കാം. ഇഫ് എ സി ഈസ് ഡയമീറ്റർ, വാട്ട് വിൽ ഹാപ്പൻ? ആംഗിൾ ബി, ആംഗിൾ ബിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? വൃത്തം ഇതിലൂടെ അങ്ങനെ പോകും. ബി വിൽ ബി ഔട്ട്സൈഡ് ദി സർക്കിൾ. എന്താ കാരണം? ബിയുടെ ആംഗിൾ എത്രയാണ്? 55 ആണ്. എത്രയിൽ കുറവാകുമ്പോഴാണ് വൃത്തത്തിൻ്റെ പുറത്താവുക? 90 കുറവാകുമ്പോൾ. ബി ഈസ് ഔട്ട്സൈഡ്, പുറത്താണ്. റീസൺ കൂടെ എഴുതുക. ബി ഈക്വൽ ടു 55. 55 എന്ന് പറഞ്ഞാൽ 90 കുറവാണ്. അടുത്തത് ഡിയുടെ കാര്യമാണ്. ഡി വൃത്തത്തിലായിരിക്കുമോ പുറത്തായിരിക്കുമോ? അതറിയണമെങ്കിൽ ഡിയുടെ ആംഗിൾ അറിയണം. എങ്ങനെയാണ് ഡിയുടെ കോൺ അറിയുക? ഡിയുടെ കോൺ അറിയണമെങ്കിൽ ഈ 3 എണ്ണം കൂട്ടിയിട്ട് 360 നിന്ന് കുറക്കണം. കാരണം ഈ 4 എണ്ണം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 360 ആണ്. അപ്പം 360 നിന്ന് ഈ 3 എണ്ണം കുറക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. കോൺ ഡി ഈക്വൽ ടു 360 മൈനസ് ഇത് 4 കൂടെ കൂട്ടുക. 105, 110,
55. അതെത്രയാണെന്ന് നോക്കാം. 360 മൈനസ് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഇത് 160, 270. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയാൽ 270 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് കിട്ടുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ നമ്മളിങ്ങനെ ചതുരത്തിലാണ് മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി. ഡി 90 ആണെങ്കിൽ ഡിയുടെ സ്ഥാനം എവിടെയാണ്? വൃത്തത്തിലായിരിക്കും. Therefore ഡി ഈസ് ഓൺ ദ സർക്കിൾ. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഡി വൃത്തത്തിലാണ്. കാരണം ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം. ഇപ്പം നമ്മൾ ഈ ഒരു വികരണമാണ് നോക്കിയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വികരണമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നു, ഇതാണ് നമ്മുടെ വികരണം. ബി ഡി ആണ് നമ്മുടെ വികരണമെങ്കിൽ അപ്പോൾ നമ്മൾ അടുത്ത വികരണം വരയ്ക്കുന്നു. ബി മുതൽ ഡി വരെ ഉള്ള വികരണം വരയ്ക്കുന്നു. If BD is diameter. If BD is diameter. BD ആണ് വ്യാസമെങ്കിൽ ഇനി നമ്മൾ ആലോചിക്കുക. എ എന്താ? 105 ആണ്. 105 ആകുമ്പോൾ എവിടെയായിരിക്കും അതിൻ്റെ സ്ഥാനം? വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും, ഇൻസൈഡ്. അപ്പോൾ നിങ്ങൾ വേഗം എഴുതുക ഇൻസൈഡ് അല്ലെങ്കിൽ അകത്ത്, വൃത്തത്തിൻ്റെ ഉള്ളിൽ. ഇനി സി എവിടെയാണ്? അത് 110 ആണ്. 110 ആണെങ്കിൽ എവിടെയാണ്? അതും വൃത്തത്തിനുള്ളിൽ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം 110 ആണ്, 90 കൂടുതലാണ്. 90 കൂടുതലാണെങ്കിൽ എല്ലാം വൃത്തത്തിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നോക്കണം. ആദ്യം എ സി വ്യാസമായി വരയ്ക്കുമ്പോൾ ഇതും എവിടെയാന്ന് നോക്കണം. രണ്ടാമത്തത് ബി ഡി വ്യാസമായി വരയ്ക്കുമ്പോൾ ഇതും എവിടെയാന്ന് നോക്കണം. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് ആ ചോദ്യത്തിന് മുഴുവൻ മാർക്കും കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വശങ്ങളുടെ നീളം 5, 12, 13. The sides of a triangle with 5, 12, 13. If such a triangle is drawn and if we draw a circle as the diameter of each sides, അതായത് ഓരോ വശവും ഡയമീറ്റർ ആയിക്കൊണ്ട് വ്യാസമായിക്കൊണ്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്നാമത്തെ കോൺ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പേര് കൊടുക്കുന്നു എ ബി സി. ഇതാണ് നമ്മുടെ ത്രികോണം. ഇതിൻ്റെ എ ബി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി എവിടെയായിരിക്കും? അതേപോലെ ബി സി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുന്നു. അപ്പോൾ എ എവിടെയായിരിക്കും? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എ ബി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുകയാണ്. അപ്പോൾ എ ബി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുമ്പോൾ സിയുടെ ആംഗിൾ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. അത് 90 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കും. ഈ 5, 12, 13 ഒരു പ്രത്യേകതയുണ്ട്. അത് പൈത്തഗോറിയൻ നിയമം അനുസരിക്കുന്നവയാണ്. എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ സമം 13 സ്ക്വയർ എന്ന് കിട്ടും. 5 സ്ക്വയർ എത്രയാ? 25. 12 സ്ക്വയർ എത്രയാ? 144. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 169 കിട്ടുക. അത് ആരുടെ സ്ക്വയറാണ്? 13ന്റെ സ്ക്വയറാണ്. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണമാകുമ്പോൾ ഈ ഈ കോൺ എന്ന് പറയുന്നത് 13 ആണ് ഏറ്റവും വലിയ വശം. അത് കർണമാണ്. കർണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഈ സംഖ്യകളുടെ പ്രത്യേകതകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, എ ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് 90 ആണ്. എ ബി ആണ് വ്യാസം. എ ബി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുമ്പോൾ നമ്മൾ ആരുടെ കാര്യമാണ് നോക്കുന്നത്? സിയുടെ. സി 90 കുറവായിരിക്കും. അപ്പോൾ സി എവിടെയായിരിക്കും? അപ്പോൾ നമ്മൾ പറയുന്നു എ ബി വ്യാസമായാൽ ഇഫ് എ ബി ഈസ് ദ ഡയമീറ്റർ സി ഈസ് ഔട്ട്സൈഡ്. കാരണം 90 കുറവുള്ളതൊക്കെ ഔട്ട്സൈഡാണ്, പുറത്താണ്. ഇനി അടുത്തത് ബി സി ആണ് വ്യാസം. ബി സി എന്ന് പറഞ്ഞാൽ കർണമാണ്. അപ്പോൾ ഇത് 90 ആയതുകൊണ്ട് ഇതെന്തായാലും വൃത്തത്തിൽ കൂടെ പോകും. ബി സി വ്യാസമായാൽ എ ഈസ് ഓൺ ദ സർക്കിൾ. അതാണ് നമ്മൾ പറയേണ്ടത്. കാരണം 90 ആണെങ്കിൽ വൃത്തത്തിന്മേലായിരിക്കും, 90 കുറവാണെങ്കിൽ വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും. ഇനി അടുത്തത് ഇതാണ് വ്യാസമാക്കുന്നതെങ്കിലോ ബി പുറത്തായിരിക്കും. എ സി വ്യാസമായാൽ ബി എവിടെയായിരിക്കും? വൃത്തത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ കണക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും നല്ല രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.